ഇത് നോക്കി, വണ്ടിയുടെ മേളിൽ കയറുന്നത് പോകുന്നില്ല. അതെങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കേട്ടോ. ചിക്കൻ എന്ത് ചിക്കൻ ഡ്രൈ കറി. അത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജി ആൻഡ് യു വാച്ചിങ് ജി സ്പിയർ. നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളുകളായി എനിക്കറിയാം. അത് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരു കുറച്ച് സമയം മാറ്റി വെക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു ലോങ് ഡ്രൈവ് പോകാൻ പോവുകയാണ്. അത് വേറൊന്നുമല്ല, ആയിക്കോട്ടെ, വയനാട്. നമ്മൾ വയനാട്ടിലേക്ക് പോവാണ്. അവിടെ ഒരു 1-2 റിസോർട്ട് കാണാം. ആ റിസോർട്ടും ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കൂടാതെ വേറെ കുറച്ച് പ്ലാനുകളുണ്ട്, അത് നമുക്ക് പോകുന്ന വഴി തന്നെ പറയാം. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എനിക്ക്, നിങ്ങൾ ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, എങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ആ ഒരു ലെങ്ത് വരുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ ഫോർവേഡ് ചെയ്യാതെ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മൊത്തം കാണേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. മെട്രോ ഒക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് എല്ലാം പഴയതുപോലെ ആയി വരുക. നമ്മളിപ്പം ചാലക്കുടി പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ചാലക്കുടി ടൗൺ. അപ്പൊ ചാലക്കുടി ടൗണിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മള് ചാലക്കുടിക്കാരൻ ചങ്ങാതിയല്ലേ ഓർമ്മ വരുന്നത്? മണിച്ചേട്ടൻ്റെ ആയിരിക്കും അല്ലേ ഞാൻ ഈ ചാലക്കുടി എന്ന് പറയുമ്പോഴത്തേക്ക്. അത് പറഞ്ഞപ്പോഴാ, അതായത് മണിച്ചേട്ടൻ്റെ പാടിയിലേക്കും വീട്ടിലേക്കും പോകുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ കാണുന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, മുകളിൽ കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. രാവിലെ ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയത് ആക്ച്വലി നമ്മൾ എത്ര മണിയായി? 6:30 മണിയായി. 5 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഒരുങ്ങിയെല്ലാം വന്നപ്പോഴത്തേക്ക് ഇത് കൂടാതെ ഇന്നലെ രാത്രി ഉറങ്ങിയത് തന്നെ ഞങ്ങൾ ഒരു 1 മണി 2 മണിയായി. പെട്ടെന്നുള്ള ട്രിപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് പാക്കൊക്കെ ചെയ്ത് ഇറങ്ങി. ആക്ച്വലി ഞങ്ങൾ കൊല്ലത്തുനിന്ന് ഇന്നലെ വന്ന് കൊച്ചിയിൽ വന്ന് നിന്നിട്ട് ഇന്ന് രാവിലെയാണ് ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഒറ്റയടിക്ക് നമ്മൾ നേരെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര പാടാണ്. നിയർലി ഒരു 10-12 മണിക്കൂർ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ 6.5 മണിക്കൂറാണ് കാണിക്കുന്നത്. മാത്രമല്ല ഇപ്പം ഈ ഭയങ്കര ട്രാഫിക്കാണ്. വീക്ക് ഡേ ആയതുകൊണ്ട് നല്ല ട്രാഫിക്കും ഉണ്ട്. പിന്നെ നമുക്ക് പതുക്കെ പോവാം. അപ്പം അത്യാവശ്യമായിട്ട് ഓടിയിട്ട് അവിടെ ചെന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പതുക്കെ എൻജോയ് ചെയ്ത് പോവാം. റോഡ് സൈഡിലുള്ള മരങ്ങൾ കണ്ടില്ലേ, അതൊക്കെ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുക. ഏത് ഹൈവേസിന്റെ? നമ്മൾ ഇങ്ങോട്ടുള്ള ഈ ഒരു കൊച്ചി പാലക്കാട് റോഡ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ അങ്ങോട്ടൊന്നും കാണാൻ പറ്റില്ല. നമ്മള് പാലക്കാട് പണ്ട് ചെന്നൈയിലൊക്കെ പോകുന്ന സമയത്ത് പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിലൊക്കെ ഇതുപോലെ ചെടികളൊക്കെ. അതാ പറയുന്നത്, കേരളത്തിൽ ആകെയുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. നോക്കി, ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് മുതൽ ട്രിവാൻഡ്രം വരെ ഇങ്ങനെ ഒരൊറ്റ ലൈൻ റോഡ് ഇതേപോലെ വരുമായിരുന്നെങ്കിൽ എത്രയും ആൾക്കാർക്കൊക്കെ എന്ത് ഹെൽപ്ഫുൾ ആയിരുന്നേനെ. എക്സ്പെക്ട് ചെയ്യുന്ന ടൈമിനേക്കാളും മുന്നേ എത്തും അല്ലേ? ആകെ ഇപ്പം എറണാകുളം നമ്മുടെ ചേർത്തല വരെ ഉള്ളൂ ബൈപ്പാസ്. ഇത് ഡബിൾ ലൈൻ റോഡ് പിന്നെ ചേർത്തല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ ലൈൻ റോഡ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ ബൈപ്പാസ് റോഡ് ഓപ്പൺ ആവണം. അല്ലാതെ എല്ലാം സിംഗിൾ ലൈനാണ്, ഇപ്പോഴും സിംഗിൾ ലൈനാണ്. പിന്നെ നമ്മുടെ കൊല്ലം ബൈപ്പാസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതേപോലത്തെ റോഡുകൾ ഉണ്ടെന്നേ ഉള്ളൂ. ഇതെല്ലാം ഒന്ന് ലിങ്ക് ചെയ്തിരുന്നെങ്കിൽ ആൾക്കാർക്കൊക്കെ എത്രയും പെട്ടെന്ന് മടങ്ങ് നമുക്ക് ട്രാവൽ ചെയ്യായിരുന്നു. കാരണം ഇപ്പം വാഹനങ്ങൾ ഇപ്പം എല്ലാവർക്കും വാഹനങ്ങളുണ്ട്. എല്ലാ കുടുംബത്തിലും ഒരു വണ്ടിയുണ്ട്, ഒരു കാറുണ്ട്. അപ്പം ഇതെല്ലാം നമ്മുടെ റോഡിൽ ഇറങ്ങുക. കൂടാതെ ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം നിർത്തിവെച്ച് അപ്പോൾ ആൾക്കാരെല്ലാം ഒരു കാറ് എല്ലാവരും ഒരു കാർ ഓൺ ചെയ്യും. അപ്പം
അതെല്ലാം റോഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ പോലും പാടാ. അപ്പൊ ഈ ബൈപ്പാസും ഇങ്ങനത്തെ ഈ ഡബിൾ ട്രാക്ക് റോഡുകൾ ഉണ്ടെങ്കിൽ അത്രയും സുഖമാണ്. ഇതൊക്കെ നോക്കി, ഈ റോഡൊക്കെ നല്ല നല്ല രീതിയിലാണ് നോക്കി ഇതൊക്കെ കീപ്പ് ചെയ്യുന്നേ. നമ്മളിപ്പോ വടക്കനാഥന്റെ മണ്ണില, നമ്മളിപ്പോ തൃശ്ശൂര് പാസ് ചെയ്യുക. അപ്പം സൂ മ്യൂസിയം ഒക്കെ അതെല്ലാം പാസ് ചെയ്ത് വെക്കൊണ്ടിരിക്കുക. അതെല്ലാം ഓപ്പൺ ആയെന്നാ. നമുക്ക് ഇനി ഒരു ദിവസം വരാം തൃശ്ശൂര് വന്നിട്ടേ തൃശ്ശൂർ മൊത്തം ഒന്ന് കാണാം. നമുക്ക് നമ്മുടെ ട്രാവലിസ്റ്റ സാൻഡപ്പന്റെ ഒക്കെ വീടൊക്കെ ഒന്ന് പോയി കണ്ടേ. ഇതിപ്പോ എവിടെ? ശക്തൻ തമ്പുരാൻ കൊട്ടാരം. റോഡെല്ലാം നല്ല മോശമാണ്. ഹൈവേ റോഡില്ല. ഞാൻ ആ റോഡ് കയറി വന്നേ ഉള്ളു. നമുക്ക് മെയിൻ പോകാനുള്ളത് ഗുരുവായൂർ റൂട്ടിലാണ് കോഴിക്കോട് പോകാനുള്ളത്. കോഴിക്കോട് ആ വഴി നേരെ കർണാടക കയറി മൂകാംബിക. ഹൈവേയുടെ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. ഹൈവേയുടെ എഫക്റ്റ് കിട്ടത്തില്ല. കാരണം ഹൈവേ നേരെയുള്ള പാലക്കാടല്ലേ. പാലക്കാട് കോയമ്പത്തൂർ അങ്ങനെയാ പോകുന്നത്. ഞാൻ പിന്നെ നല്ല റോഡിന് വേണ്ടി ആ റോഡ് എടുത്തതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി എടപ്പള്ളിയിൽ നിന്ന് ആ ലുലു മോളിന്റെ ഫ്രണ്ടിൽ കൂടെ ആ റോഡ് കയറിയാ വരേണ്ടത്. ഇപ്പൊ നമ്മൾ നേരെ ഗുരുവായൂർ പോവാ. ഗുരുവായൂർ റൂട്ടിൽ പോവാ. ഗുരുവായൂർ ചെന്നിട്ടാണ് പോണ്ടത്. ഒന്നും പ്ലാൻ ഔട്ട് ചെയ്യാത്ത ട്രിപ്പാണ്. നമ്മൾ നേരെ ഇറങ്ങി അങ്ങ് ഇത്രയും ദിവസം ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് പിന്നെ നേരെ ഒന്നും പ്ലാൻ ഔട്ട് ചെയ്യാതെ അങ്ങ് പെട്ടിയെല്ലാം എടുത്ത് ഇറങ്ങി. അതുകൊണ്ട് മോളെ വരെ കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇത്രയും ദിവസം ഒരു ഗ്യാപ്പ് വന്ന് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം എന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാ. പെട്ടെന്ന് ഇന്നലെ ഒരു മഴയും, അതും പെട്ടെന്ന് പതിവില്ലാതെ ഒരു മഴയും എല്ലാം കൂടെ. ഞങ്ങൾ ആക്ച്വലി ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് രാവിലത്തേക്കും ഉച്ചക്കലത്തേക്കും ഉള്ള എല്ലാ ഫുഡും കൊണ്ടുവന്നു. കാരണം വഴി നിർത്തി കഴിക്കുന്നത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഏതാ? വെള്ളയാണോ? ഇതാണോ? നമ്മൾ നിർത്തി എവിടെയെങ്കിലും ഇറങ്ങി ഇരുന്ന് കഴിക്കുന്നതിനെക്കാട്ടി, റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്ന് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ കാറിരുന്ന് കഴിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്തതെന്ന് വെച്ചാൽ ഭയങ്കര പൊടിയ. നമ്മളിപ്പം ഹൈവേ തന്നെ നിൽക്കുവാണേ. ഹൈവേ നിൽക്കുന്ന കാരണം വെറുതെ പുറത്തിറങ്ങിയ ഭയങ്കര പൊടി. അതുകൊണ്ട് ഞങ്ങൾ കാറിനകത്തിരുന്ന് കഴിക്കാൻ പോവാം. അപ്പൊ ഇന്ന് കഴിക്കാൻ ഉള്ളത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇടിയപ്പം, ചിക്കൻ ഡ്രൈ കറി. അത് ഇടിയപ്പവും ചിക്കൻ ഡ്രൈ. ഗ്രേവി ഇല്ലല്ലേ? ഇത് എപ്പോ ഉണ്ടാക്കിയത്? ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണോ? ഇടിയപ്പം രാവിലെ ഉണ്ടാക്കിയതാ. ചിക്കൻ കറി രാത്രി ഞാൻ കുക്ക് ചെയ്തു. ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. കൈ കഴുകണമല്ലോ. കൈ കഴുകട്ടെ.
ഫുഡ് കഴിഞ്ഞു, വീണ്ടും യാത്ര തുടങ്ങി. നമ്മൾ കൊണ്ടുവന്നതെല്ലാം മറ്റേ അലൂമിനിയം ഡിസ്പോസിബിൾ ഇതിലായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ കഴിച്ചിട്ട് ഡിക്കിൽ അത്തോട്ട് കയറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ വേറെ എങ്ങും വെളിയിൽ കളയരുത് മാക്സിമം. ഇപ്പം നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ടിൽ ഒന്ന് വിളിച്ചായിരുന്നു. നമ്മൾ എത്ര മണിക്ക് എത്തും എന്നെല്ലാം ചോദിച്ചിട്ട് റിസോർട്ടിൽ നിന്ന് വിളിച്ച് കൺഫേം ചെയ്തു. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഈ ഹിൽ സ്റ്റേഷൻ ട്രാവൽ ചെയ്യുമ്പോഴേ ഈ നമ്മൾ അതായത് മൂന്നാർ അല്ലെങ്കിൽ വയനാട് അങ്ങനത്തെ വാഗമൺ ഇങ്ങനത്തെ ഹിൽ സ്റ്റേഷൻ ട്രാവൽ ചെയ്യുമ്പം മാക്സിമം ഈ ഗൂഗിൾ മാപ്പ് ഇടുവാണെങ്കിലും മാക്സിമം ആ ഹോട്ടലിൽ വിളിച്ചിട്ട് നമ്മൾ കൺഫേം ചെയ്യണം അത് ലൊക്കേഷൻ കറക്റ്റ് ആണോ എന്ന്. കാരണം പല ഹോട്ടൽസിന്റെ ലൊക്കേഷൻ തെറ്റാ. ഈ ഹിൽ സ്റ്റേഷനിലൊരു പ്രശ്നമാണ്. അപ്പൊ എനിക്ക് കുറെ അബദ്ധങ്ങൾ ഇതേപോലെ പറ്റിയിട്ടുണ്ട്. നമ്മൾ ചെന്നിട്ട് ഒത്തിരി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു വരുന്നതിനെക്കാട്ടി നല്ലതല്ലേ നേരത്തെ വിളിച്ചു. അപ്പൊ ഞാൻ ഈ ഹോട്ടലിൽ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ഇവിടുന്ന് 40 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിപ്പോ പോകുന്ന റോഡ് നല്ല റോഡാട്ടാ. ഞങ്ങളിപ്പം കോട്ടക്കൽ പാസ് ചെയ്യാണ്. കോട്ടക്കൽ പാസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തൊട്ട് മുമ്പിൽ ഒരു ലോറിക്കാരനുണ്ടായിരുന്നു, ഒരു ടിപ്പർ ലോറി. പുള്ളി ഫോണിൽ മെസ്സേജ് ചെയ്യാൻ തോന്നുന്നു, എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഗ്ലാസ് കൂടെ കാണാം. അപ്പൊ എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു 2 വീലർ പോയായിരുന്നു ഫ്രണ്ടിൽ. 2 വീലർ പോയി പെട്ടെന്ന് ഈ ലോറിക്കാരൻ മെസ്സേജ് ചെയ്ത കാരണം പുള്ളി ശ്രദ്ധിക്കുന്നില്ല ഫ്രണ്ടിൽ. പുള്ളി പെട്ടെന്ന് റോഡിൽ നിന്ന് ഇറങ്ങി പാറയുടെ മുകളിലോട്ട് ഓഫ് റോഡ് ഇറങ്ങി പെട്ടെന്ന് ഞെട്ടിയിട്ട് തിരിച്ച് വീണ്ടും റോഡിലോട്ട് കയറിയപ്പോഴത്തേക്ക് ബാക്ക് സൈഡിലുള്ള 2 വീലർ ബാക്ക് സൈഡിൽ ആ ലോറിയുടെ പുറകെ കൊണ്ട് ഇടിച്ച്. പക്ഷെ എന്തോ ബൈക്കുകാരൻ പതുക്കെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് വണ്ടിയുടെ കീഴിൽ പോയാനായിരുന്നു. അശ്രദ്ധ കാരണമാണേ, ആ ലോറിക്കാരന്റെ അശ്രദ്ധ കാരണമാണ്. പുള്ളി ആ വലിയ വണ്ടി ഇരിക്കുന്നതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ എല്ലാരും റോഡിലാണ്. എല്ലാം കൊച്ചു കൊച്ചു വണ്ടികളിലും വലിയ വലിയ വണ്ടികളിലും എല്ലാവരും റോഡിലാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇപ്പം റോഡിലുണ്ട്. അതും പ്രത്യേകിച്ച് മൊബൈൽ ഒന്നും യൂസ് ചെയ്യരുത് പ്ലീസ്. ഭയങ്കര ഒരു വലിയ അപകടത്തിൽ നിന്നാണ് ഇപ്പം ആ ബൈക്കുകാരൻ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഒഴിഞ്ഞു പോയതാ. അതുകൊണ്ട് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക, ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. കണ്ണിന് മുമ്പിൽ കണ്ടതായോണ്ടേ ഭയങ്കര ഷോക്കായി പോയി. ഞെട്ടലിന്ന് മാറിയില്ല ഇത്. ഇപ്പൊ നമ്മൾ കോട്ടക്കൽ പാസ് ചെയ്യാം. ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂർ കൊണ്ട് എത്തുമെന്നാ തോന്നുന്നത്. ഭയങ്കര ട്രാഫിക് കേട്ടോ. ട്രാഫിക് കാരണമാണ് ഇത്രയും പതുക്കെ പോകുന്നത്. കൂടാതെ വഴി കറക്റ്റ് ആണെന്ന് പോലെ അറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ അവിടുന്ന് ലെഫ്റ്റ് എടുക്കുവാണെങ്കിൽ കോഴിക്കോട് ടൗൺ, നേരെ വയനാട്. നമ്മൾ നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ നീണ്ട ഒരു 6 മണിക്കൂർ ഡ്രൈവ്. നമ്മളൊരു നീണ്ട 6 മണിക്കൂർ ഡ്രൈവാ. നല്ല ക്ഷീണമുണ്ട്. എൻ്റെ ഭാര്യ നല്ല ഉറക്കമായിരുന്നു. ഉണ്ണി ഇരുന്ന് ഉറങ്ങി. ഇപ്പോഴാണ് ഉറക്കം ഇടിച്ചത്. ഞാൻ വിളിച്ചുണർത്തി. ഞാൻ 6.5 മണിക്കൂർ രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പം മണി 11:30. നമ്മളപ്പം ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത കോഴിക്കോട് ടൗണ്, നേരെ വയനാട്. ഇനി ഹോട്ടലിലേക്ക് എനിക്ക് 2 മണിക്കൂറും കൂടെ ഉണ്ട്. എന്താണെങ്കിലും കൊച്ചി വിട്ടിട്ട് ഇപ്പോഴാ ഒരു വയനാട് റോഡ് കാണുന്നത്. റോഡൊന്ന് നോക്കിയേ. എന്നെ അടിപൊളിയാന്ന് റോഡ്. അടിപൊളി റോഡ്. അടിപൊളി റോഡ്. റോഡ് തന്നെ കിടിലം. കണ്ടു നോക്കിയേ. സമാധാനം. ഇപ്പൊ വയനാട് എന്നുള്ള ബോർഡുകളെല്ലാം കണ്ടു തുടങ്ങി. ഇത്ര നേരം കോഴിക്കോട് നിന്ന് മാത്രമേ ഉള്ളായിരുന്നു. വഴി വല്ലതും തെറ്റിപ്പോയെന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ വയനാട് കാണിച്ചു തുടങ്ങിയപ്പോഴേ സമാധാനം. നേരെ വിടുക വയനാട്.
ഞങ്ങളിപ്പം താമരശ്ശേരി ചുരം അടുക്കാറായി. താമരശ്ശേരി പാസ് ചെയ്തോണ്ടിരിക്കുക. താമരശ്ശേരി സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? കരടി ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ നിർത്തി. കാരണം എന്റെ ഫോണിന്റെ, അതായത് ഈ ഐഫോൺ യൂസേഴ്സിന് വേണ്ടി ഒരു കാര്യം പറയുക. അതായത് പ്രോ മാക്സ് 12 എബവ് ഫോൺസ് ഉപയോഗിക്കുന്നവര് അവരുടെ ഈ ചാർജർ വന്നിട്ട് നമ്മുടെ USB Type-C നോർമൽ ഇതല്ല. അപ്പൊ Type-C എന്നാണ് ഐഫോണിന്റെ നോർമൽ ചാർജറിലേക്ക് പോകുന്നത്. അതായത് കണ്ടില്ലേ, ഇതിപ്പം ഇത് ഐഫോണിലേക്ക് കുത്തുന്നതും ഇത് മറ്റേ നമ്മുടെ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ ചാർജറിലേക്ക് കുത്തുന്നു. അപ്പൊ ഈ Type-Cയുടെ കണക്ടർ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഞാനിപ്പോ കുറെ സ്ഥലങ്ങളിൽ കൊച്ചിയോട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാം എൻക്വയറി ചെയ്ത് അങ്ങനെ താമരശ്ശേരി എത്തിയപ്പോഴത്തേക്ക് അവര് തന്നെ പറഞ്ഞു ഇത് കിട്ടാൻ ഒരു വഴിയില്ല. അതിനെക്കാട്ടി ഇനി നോർമൽ നമ്മുടെ അതായത് കാറിൽ കണക്ട് ചെയ്യുന്ന ചാർജറിൽ ഐഫോണിന്റെ നോർമൽ അത് മേടിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഇതുകൊണ്ട് ഒരു യൂസും ഇല്ലെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ 12,500 രൂപയ്ക്ക് ഈ ചാർജർ മേടിക്കുവാണെങ്കിൽ ഇപ്പൊ 12 വാങ്ങുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു കാര്യമാണ്. 12 Pro ഒക്കെ വാങ്ങുമ്പോഴത്തേക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് നമ്മൾ ചാർജർ മേടിക്കണം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ചാർജർ മേടിക്കരുത്. ഇത് മേടിച്ചാൽ യൂസ്ലെസ് ഈ ടൈപ്പ് USB-C ഉള്ളത് മേടിക്കണ്ട. നോർമൽ ഇതിന് മുമ്പുള്ള ചാർജർ മേടിക്കുന്നതായിരിക്കും നല്ലത്. റോഡ് പൊളിഞ്ഞ് കിടക്കുക, ഭയങ്കര മോശമാണ്. രാവിലെ എണീച്ചുകൊണ്ട് ഭയങ്കര ക്ഷീണം. കുറെ നേരം ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടേ, അതുകൊണ്ട് റെഡ് ബുള്ള് മേടിച്ച് കഴിക്കുന്നത്. ഇത്ര നേരം ഉറക്കം വന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു ഹിൽ സ്റ്റേഷൻ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഉറക്കമൊക്കെ പോയി. കൽപ്പറ്റ. നല്ല ഉഗ്രൻ ട്രാഫിക്ക് കിടക്കുക. കുറേ നേരമായി, 1.25 മണിക്കൂറായി ട്രാഫിക് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനി വെറും 12 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ട്രാഫിക് കണ്ടീഷൻ വെച്ചിട്ട് ഇനിയും 1 മണിക്കൂർ കാണിക്കുന്നുണ്ട് ഹോട്ടലത്തെ. വിശക്കുന്നതും ചെയ്യുന്നുണ്ട്. ഞാൻ തണുപ്പ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. തണുപ്പും ഇല്ല, ചൂടും ഇല്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. അതാ 1 മണിയായി, പക്ഷെ വെയിലും ഇല്ല, ഒന്നുമില്ല. വീണ്ടും കുറേ നേരം സമയം എടുക്കുക, ഒത്തിരി ലേറ്റ് ആവും. അപ്പം വിശന്നിട്ട് സഹിക്കാൻ വയ്യ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് എവിടെയെങ്കിലും ഒതുക്കി കഴിക്കാമെന്നുള്ള ആയിരുന്നു പ്ലാൻ. പക്ഷെ നടക്കത്തില്ല, അത്രയും ട്രാഫിക്കാ, ഒതുക്കാൻ പോലും സ്ഥലമില്ല. വണ്ടി വന്നുകൊണ്ടേ ഇരിക്കുക. കണ്ടില്ലേ, ഭയങ്കര ട്രാഫിക്കാ, നല്ല രീതിയിൽ ട്രാഫിക്കാ. വണ്ടികൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുക, നമ്മൾ സ്റ്റക്കായി കിടക്കുക, മുകളിലോട്ട് വണ്ടികൾ അനങ്ങുന്നില്ല. അപ്പൊ പിന്നെ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് ഫുഡ് എന്താ ഇന്ന് കഴിക്കാൻ? ഇതൊരു പുലാവ് അല്ലേ? എന്ത് പുലാവ്? രാവിലെ ഉണ്ടാക്കിയതാ. ടൊമാറ്റോ പുലാവും, പിന്നെ രാവിലത്തെ ബാക്കി ചിക്കനും ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാർ. അപ്പം സിമ്പിൾ യമ്മി ആയിട്ട് കഴിക്കാം. വണ്ടി അനങ്ങി തുടങ്ങി. അയ്യോ സമാധാനം. ടേസ്റ്റ് ചെയ്തില്ലല്ലേ? സാരമില്ല, എന്തായാലും ഇപ്പൊ കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേട്ടാ. നല്ലൊരു സ്ഥലം, നല്ലൊരു സ്പോട്ടാണ്. ഈ കാണുന്ന സ്പോട്ട് കണ്ടില്ലേ? ഈ ഒരു സ്പോട്ടില് ഇവിടെ സൈഡിൽ ഒതുക്കി കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയപ്പോഴത്തേക്ക് 2 വ്യക്തികൾ വന്നിങ്ങനെ എത്തി നോക്കുക. കണ്ട, ഈ ഇരിക്കുന്ന 2 വ്യക്തികൾ വന്നിങ്ങനെ എത്തി നോക്കുന്നു, എണീച്ച് നിന്ന് എന്താണ് ചെയ്യുന്നതെന്ന്. ചെറിയൊരു മഴയുണ്ട്. നല്ല ക്ലൈമറ്റ് അല്ലേ? മുകളിലോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ക്ലൈമറ്റ് ആയി. ഇത് നോക്കി, വണ്ടിയുടെ മേളിൽ കയറുന്നത് പോകുന്നില്ല. അതെങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കേട്ടോ.
അയ്യോ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ എടുക്കണം. എങ്ങനെയെങ്കിലും ഇറക്കി വിട്ട് എന്റെ ദൈവമേ. നല്ല രീതിയിൽ കോട ഇറങ്ങി നിൽക്കുക. അപ്പം ദോ ഈ കാണുന്ന വഴിയാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാടാണ്, നമ്മുടെ റിസോർട്ടിലേക്ക് പോകാനുള്ള വഴി. അപ്പം ഞങ്ങൾ ഏത് റിസോർട്ടിലാണ് താമസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്ലൂ ഉണ്ട്. ഞാനിപ്പോൾ റിസോർട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ഒരു ക്ലൂ ഞാൻ തരാം. ഒരു നിശബ്ദമായ റിസോർട്ടാണ്. ഓക്കെ, അപ്പോൾ ആ റിസോർട്ട് ഏതാണെന്ന് മനസ്സിലായവർക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം റിസോർട്ടിൻ്റെ ഫീച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ജെയ്ജി വാൻ. ബൈ. ബൈ.